രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. 375 രൂപ തുടങ്ങി നമുക്ക് നിന്ന് ഫാൻസി ഷൂ 75-80% പ്രോഡക്റ്റ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ചെറിയ റേറ്റ് ആണ് ഇതിനൊക്കെ. ഒരു 700 നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനായാലും അതിനും ചെറിയ റേഞ്ച് തന്നെയാണ്. വലിയ കോസ്റ്റ്ലി റേറ്റ് ഒന്നും ഇതിനില്ല. ഞങ്ങൾ ലിറ്റിൽ ബി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഞങ്ങള് പ്രോഡക്റ്റ് ഉണ്ട്. ലിറ്റിൽ ബി ടൈപ്പ് ഒന്നല്ല, ഇതിന്റെ ഉള്ളിലൊക്കെ കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടായ ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാൻ പറ്റിയ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാല് ഒരു കാരണവശാലും അതിന്റെ ക്വാളിറ്റി കുറയില്ല, ക്വാളിറ്റി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളത്. അജ്മലില് ഇമ്പോർട്ടഡ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ബൂട്ട് ഷൂ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമായിട്ട്. ലിറ്റിൽ ബീഡ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞ കസ്റ്റമർ ഒരു കാരണവശാലും വേറെ സ്ഥലത്ത് പിന്നെ പർച്ചേസിന് പോകില്ല. കുട്ടികളുടെ ഓരോ ഡ്രസ്സുകൾ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ആ വർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പഴത്തെ സൈഡ് പറഞ്ഞാൽ ന്യൂ ബേബിഡ് ആയിട്ട് ഉണ്ട് മാഡം. ഫുഡ് ഫീഡർ ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് ഭാഷ, നമ്മുടെ ഭാഷയിൽ പറയണത് പാലുകൊപ്പി. കുട്ടികൾ എന്നും ഇങ്ങനെ താരമായി തിളങ്ങി ഇങ്ങനെ നിക്കട്ടെ അല്ലെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സ് കാണിക്കാൻ വന്നത്. വെറും കുട്ടികളുടെ ഡ്രസ്സ് അല്ല കേട്ടോ. പല സ്ഥലത്തും പല ഷോപ്പിലും നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഷോപ്പിന് കുറച്ച് കൂടുതൽ പ്രത്യേകത ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിൽ ആ കാണുന്ന ജംഗ്ഷൻ തോട്ടക്കാട്ടുകാരൻ ജംഗ്ഷനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആ ജംഗ്ഷൻ്റെ അവിടുന്ന് പല സ്ഥലത്തും വഴികൾ തിരിയുണ്ട്. അവിടുന്ന് കടുങ്ങല്ലൂർ റോഡിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അപ്പോൾ കടുങ്ങല്ലൂർ റോഡിൽ നമ്മൾ 100 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതേ ലാമ്യ ബേബി സ്റ്റുഡിയോ. യെസ്, ലാമ്യ ബേബി സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ബേബി സ്റ്റുഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാ ആക്സസറീസ് കിട്ടുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാന്നേ. എന്തിനാ ഇവിടുന്ന് പോണേ. വാ, ഇതാണ് ഇവരുടെ ലാമ്യ ബേബി സ്റ്റുഡിയോ. യെസ്, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് 1-2 ഷോപ്പല്ല, ഇവരുടെ 17ാമത്തെ ഷോപ്പാണ്. അതും ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ. നൂല് തൊട്ട് തുണി തൊട്ട് ഡൈ ഫാബ്രിക്, അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത. ഇവർക്ക് ബ്രാൻഡും ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ടുള്ള ബ്രാൻഡിലാണ് ഇവർ ചെയ്യുന്നത്. ഏതാ ബ്രാൻഡ് അത് നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാം. അപ്പം മറക്കണ്ട, നമ്മുടെ ആലുവയിൽ കാട്ടുകാരൻ ജംഗ്ഷനിലാണ് കേട്ടോ. ബാ, എന്ത് രസമായിട്ടാണ് തുണികൾ ഇരിക്കണ. തുണികൾ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി, അതിൻ്റെ ഫിനിഷിങ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം കുട്ടികളുടെ ആയിട്ട്, അതും 7 ഇയേഴ്സ് വരയ്ക്ക്, ന്യൂ ബോൺ ബേബി തൊട്ട് 7 ഇയേഴ്സ് വരയ്ക്ക്. ഇക്ക സുഖാണോ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എന്നാലും ഒരു അറ്റാച്ച്മെന്റ് ആണ്. എന്താ കാരണം എന്നറിയോ? തുണികളുടെ ലോകത്ത് പ്രൊഡക്ഷൻ ചെയ്യണതിന്റെ ഒരു ബിഗ് അല്ലേ. എന്താ ഇക്കടെ പേരെന്താ? ജബ്ബാർ. നമ്മളിപ്പോ ഈ ലാമ്യ എന്ന് പറഞ്ഞിട്ട് ആ പേരിന് വല്ല അർത്ഥം ഉണ്ടോ? ഇല്ല, ലാമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മീനിങ്സ് തിളക്കമുള്ള ഒരു അറബി വാക്കാണത്. അതെ, അപ്പൊ നമ്മുടെ കുട്ടികൾ എന്നും ഇങ്ങനെ താരമായി തിളങ്ങി ഇങ്ങനെ നിക്കട്ടെ അല്ലെ. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ഷോപ്പ് 17ാമത്തെ ഷോപ്പാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മള് പല സ്ഥലത്തും തുണികള് പല ബ്രാൻഡിനെയൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് ലാമ്യ ബേബി സ്റ്റുഡിയോനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങള് ലാമ്യ സിൽക്സ് ഞങ്ങള് ഷോറൂമാണ്. പക്ഷെ ലാമ്യ ബേബി സ്റ്റുഡിയോ പ്രത്യേകമായിട്ട് 17ാമത്തെ ഷോറൂം വന്നത് ഞങ്ങളുടെ കുട്ടികളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ലിറ്റിൽ ബി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഞങ്ങളെ പ്രൊഡക്റ്റ് ഉണ്ട്. ലിറ്റിൽ ബി അത് കേരളത്തില് സൗത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാം ലീഡിങ് ഷോറൂമുകളിലെല്ലാം ഉള്ളതാണ്. ഞങ്ങളെ ബ്രാൻഡാണ്. ഇതാണോ നൂല് തൊട്ട് തുണി ഫൈബ്രിക് ഡൈ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത്? അതന്നെ, അതാണ്. ഞങ്ങള് നൂലെടുത്തിട്ട് ഞങ്ങളാണ് ഡൈ ചെയ്യുന്നത്. ഞങ്ങളാണ് അത് കോമ്പാക്ടിങ്ങും ഡൈയിങ്ങും എല്ലാം ഞങ്ങളുടെ തന്നെയാണ് ആ ഫാബ്രിക്. അത് വേറെ ആൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല ആ ഫാബ്രിക്. അപ്പൊ അത് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ഉണ്ട്. ഞങ്ങളെ ഐറ്റംസ് മറ്റു ഡീലേഴ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കൂടാണ്ട് GCC കൺട്രികളിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആക്ച്വലി എന്ന് പറഞ്ഞാൽ പല ഷോറൂമിൽ തന്നെയല്ല, ആ ഒരു ബ്രാൻഡ് ഒറ്റയ്ക്ക് ഒരു ഷോറൂം കിട്ടണമെങ്കിൽ ഈ ഒരു ലാമ്യ ബേബി സ്റ്റുഡിയോയിലേക്ക് വരാം അല്ലെ. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് കൂടാണ്ട് ഞങ്ങളെ സീക്രട്ട് എന്ന് പറഞ്ഞ ഇന്നർ വെയർ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ ഷോറൂമിലുള്ള ഒരു 75-80% പ്രോഡക്റ്റ് ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. നല്ല നല്ല ഫൈബ്രിക്സ് ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ഒന്ന് കാണാം. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞങ്ങൾ ഈ ഫ്രോക്കിന്റെ ഒക്കെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ ഫ്രോക്കിന്റെ ഫാബ്രിക് അതൊക്കെ തുർക്കി എന്ന് പറഞ്ഞാണ്. പുറത്തുനിന്ന് കൊറിയ, തുർക്കി എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ മെറ്റീരിയൽ ആണത്. പിന്നെ ഇതിൽ ഹാൻഡ് വർക്ക് ഉണ്ട്. ഹാൻഡ് വർക്കൊക്കെ ഞങ്ങൾ തന്നെ
പശ്ചിമ ബംഗാളിൽ നിന്ന് ആളുകളെ ഇരുത്തി അവരൊരു 10-12 ആളിരുന്നിട്ട് ഇങ്ങനെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇവർക്ക് ഇപ്പൊ ഈ സൈസിനനുസരിച്ച് ഇപ്പൊ കളർ കോഡിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ ഫംഗ്ഷൻ അതെ അപ്പൊ അവര് മുൻകൂട്ടി ഓർഡർ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈസിനനുസരിച്ച് ഞങ്ങള് ഒരു ഇവിടെ ശരിക്കും 7 വയസ്സ് വരെ ഇനി നമുക്ക് ഇത് കൂടാണ്ട് ഇപ്പൊ എന്റെ പിള്ളേർക്കൊക്കെ 14-15 വയസ്സാണെന്ന് വിചാരിക്കും, ഒരാൾക്ക് 10 വയസ്സാന്ന് വിചാരിക്കും. അപ്പൊ അതുപോലെ നമുക്കൊരു കളർ സൈസ് തന്ന കളർ കോഡായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു 10 ദിവസം 15 ദിവസം ഗ്യാപ്പ് തന്നാൽ മതി. അടിപൊളി. അപ്പൊ നമ്മുടെ എത്ര വയസ്സായ പിള്ളേരായിക്കോട്ടെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞങ്ങളെ ഈ ലിറ്റിൽ ബിഗ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ സാധാരണ കുട്ടികളുടെ സ്കിന്നിന് കേടുപാട് പറ്റാത്ത രീതിയിൽ പ്രത്യേകം ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അതിനനുസരിച്ചുള്ള ഫാബ്രിക്കാണ്. പിന്നെ ഈ ഫാബ്രിക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൻ്റെ ക്വാളിറ്റി കുറയില്ല, ക്വാളിറ്റി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളത്. കാരണം അതാ യാണിൻ്റെ പ്രത്യേകത തന്നെ. കാരണം നല്ല ഏറ്റവും വില കൂടിയ യാണിലാണ് ഞങ്ങളിത് നിറ്റിങ് ചെയ്യണതും പ്രൊഡക്ഷൻ എടുക്കണതെല്ലാം. ഇത്രയും വലിയ വലിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹൈ റേഞ്ച് ഐറ്റംസ് ആണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അനുയോജ്യമായ പ്രൈസും കാര്യങ്ങളും ഞങ്ങൾ. അതാ ഞാൻ അല്ല ഇത് കേൾക്കുമ്പോ അയ്യോ ഇത്രയും വലിയ വലിയ സംഭവങ്ങളൊക്കെ പറയണം. ഇവിടെ ഇനി വന്ന് കയറാൻ പറ്റുമോ സാധാരണക്കാർക്ക്? പുറമേന്ന് ആ ഷോറൂമിന്റെ ലുക്ക് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കയ്യിലത്തെ പോക്കറ്റിലത്തെ പൈസ പോവും? അങ്ങനെയല്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ഞങ്ങൾ ഇവിടെ പറഞ്ഞ കസ്റ്റമർ ഒരു കാരണവശാലും വേറെ സ്ഥലത്ത് പിന്നെ പർച്ചേസിന് പോകില്ല. കുട്ടികൾക്കുള്ള ഡ്രസ്സിനെല്ലാം ഞങ്ങളെ ഷോറൂമിൽ തന്നെ ഒരു വരും. അതാണ് പ്രത്യേകത. ഇവര് രണ്ടുപേരും കുറെ നേരം ഇവിടെ ഡാൻസ് കളിക്കുന്നു ചിരിക്കുന്നു. ഇവരൊക്കെ എന്റെ പേരക്കുട്ടികളാണ്. എനിക്ക് ഇവരുടെ ഡ്രസ്സാണ് മെയിൻ ആയിട്ട് ഇഷ്ടം. എന്ന് വെച്ചാൽ കുട്ടികളുടെ എന്ന് പറയുമ്പോ നോർമൽ ഒരു ഡ്രസ്സിൽ ലെതറിന്റെ ഇതിന്റെ പാവാട സ്കേർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ലുക്ക്. ഇതിപ്പോ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ആക്സസറീസും ഇവിടെ ഉണ്ട്. ഇപ്പൊ ടോയ്സ് ആയാലും അതുപോലെ ഇവർക്കുള്ള ഓർണമെന്റ്സ്, ഇപ്പൊ മാലയായാലും ഇങ്ങനത്തെ ഹെയർ ബാൻഡ്സ്, പിന്നെ ഷൂസ്, സ്റ്റൈലിന്റെ ഇഷ്ടേ. നമുക്കൊന്ന് നോക്കിയാലോ? എനിക്ക് കൊതിയായിട്ട് പാടില്ല എന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിട്ട് ആരെയും നമുക്കൊന്ന് ആക്കി തരാം. ഓക്കെ, നമുക്കൊന്ന് ഷബീറിനെ വിളിച്ചിട്ട് താങ്ക് യു. ഷബീർ എന്ന് പറഞ്ഞ ആളാണ് കേട്ടാ നിക്കണത്. ഷബീറിനെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷബീരെ സുഖാണോ? നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് നമുക്ക് ആരാ കാണിച്ചു തരാം? ഈ ചേച്ചി കാണിച്ചു തരുമോ? ചേച്ചി കാണിച്ചു തരുമോ? ഓക്കെ, നമുക്ക് ഈ ഒരു നമുക്ക് ആറ്റത്തുനിന്ന് പിടിച്ചാലോ? ആറ്റത്തിന് പിടിച്ചാലോ? അവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള നല്ല ഫ്രോക്കുകളൊക്കെ കാണുന്നുണ്ട്. ബർത്ത്ഡേ ഫ്രോക്കുകളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ബില്ലടിക്കാൻ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കുട്ടീനെ പിടിച്ച് നിൽക്കല്ലേ? എങ്ങനെയുണ്ട് സെലക്ഷൻ? നോക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് പിടിക്കാന്നല്ലേ? അതായിരിക്കും ബെറ്റർ. എവിടെന്നാ നിങ്ങൾ വരുന്ന സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ. എത്രയായി? ബർത്ത്ഡേക്ക് കോട്ട് എടുക്കണ കണ്ടപ്പോ തന്നെ പിടി കിട്ടി. ബർത്ത്ഡേക്കാണിത്. ബർത്ത്ഡേക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. ഒരു ഹായ് പറയും ക്യാമറയിൽ നോക്കിട്ട്. ഹായ് പറ. ഇതെന്താ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കണ? ഒരു ഹായ് പറയടാ. ഓ ഒന്നോട് പറഞ്ഞ. ഹായ് പറ, കേട്ടില്ല. ചേടാ ശരി. അപ്പൊ നമുക്കേ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഈ അറ്റത്തുനിന്ന് പിടിക്കാം അല്ലേ? നമ്മളെ കളക്ഷൻസ് ആണത്. ഇപ്പൊ ഫ്രോക്ക് ഒക്കെ വരുന്നത് ഫാൻസി ഫ്രോക്ക് വരുന്നതാണ്. ചെറിയ റേറ്റ് ആണ് ഇതിനൊക്കെ. ഒരു 700 നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. നല്ല വെറൈറ്റി ഐറ്റംസുകളാണ്. പിന്നെ നമ്മളേതായ ബ്രാൻഡഡ് ഐറ്റംസുകൾ വേറെ ഉണ്ട്. ലിറ്റിൽ ബീയുടെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തന്നെ നമ്മളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഐറ്റംസുകളാണ് ഒക്കെ. അതാണ് ആ ഇക്ക പറഞ്ഞത് കേട്ടോ. നമ്മളായിട്ട് നമ്മുടെ തുണി ഇതൊക്കെ വെച്ചിട്ട് അതാണ് ഈ ഒരു ലിറ്റിൽ ബി. അപ്പൊ ഈ ഒരു ടാഗ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോട്ടോ. ഏത് കൗണ്ടറിൽ പോയാലും ഈ ഒരു ടാഗ് കാണാൻ പറ്റും, ഈ ഒരു ഡ്രസ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി വാവ്, കുട്ടികളുടെ ഒരു ഡ്രസ്സുകൾ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ആ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാ. നമ്മൾ തന്നെ പ്രൊഡക്റ്റ് തന്നെ. ഓരോന്ന് എടുക്കുമ്പോ പിന്നെ അടുത്ത നോക്കുമ്പോ അതാണോ ഇതാണോ എന്നുള്ളൊരു അത്രയും കൺഫ്യൂഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 800 600 തൊട്ടാണ് വർക്ക് തുടങ്ങി. നമ്മളടുത്ത് സിമ്പിൾ വർക്ക് വരെ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സിനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ അടിപൊളി. സിമ്പിൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പിടിച്ചേ
ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ശരിക്കും പറഞ്ഞാൽ അടുത്ത് വന്ന് ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യണം. ആ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികളെ പിടിക്കുന്ന ആ ഒരു ഫീലിംഗാണ് കിട്ടുന്നത്. പിന്നെ ഇത് നോക്കിയേ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. എന്താ രസം, കല്യാണത്തിനായാലും ഇതൊക്കെ ശരിക്കും വലിയവർക്ക് ആ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോവാ, നമുക്ക് വലിയവർക്കുള്ളത് ഇറക്കിക്കോളോട്ടിക്ക ഇതുപോലെ. ഇത് കണ്ടിട്ടാ അത് പൊള്ളി തോന്നണം കണ്ടാ. അതേപോലെ തന്നെ നല്ല വെറൈറ്റി കളേഴ്സുമാണ് നമ്മളെടുത്തുള്ളതൊക്കെ. പേസ്റ്റൽ കളറിലൊക്കെ നല്ല മോഡലുകൾ ഉണ്ട് നമ്മളെടുത്തിട്ടോ. അടിപൊളി. അത് സ്റ്റിച്ചിങ്ങും അതിന്റെ ആ ഒരു ഫ്ലീറ്റും കാര്യങ്ങളും അതിന്റെ ഫിനിഷിങ് ഇതൊക്കെ നമ്മൾ കാണിച്ചതാ അല്ലേ. ഇതാ വൈറ്റ് ഇത് കാണിച്ചിട്ടില്ല. എന്ത് രസം നോക്കിയാ. പിന്നെ ഇതിന്റെ സൈസസ് പറയുമ്പോ എങ്ങനെയാ വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിങ് 16 തുടങ്ങി സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്, ചിലയിൽ 14 തുടങ്ങി സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യാസം. 1 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. മാക്സിമം 6 വയസ്സ്, അതിൽ കുറച്ചും കൂടെ 7 വയസ്സ് വരെ ഉണ്ടാവും. പിന്നെ 7 വയസ്സ് 6 വയസ്സൊന്നും ഒരു നിസ്സാരം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാരണം ടെൻഷനൊന്നും ഇല്ല. ഇതേ വലിയവരുടെ വന്നിട്ടുണ്ട്, കുട്ടികളുടെ തന്നെ വലിയ കളക്ഷൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു നെറ്റൊക്കെ നല്ല സോഫ്റ്റ് നെറ്റാണ്. അതുപോലെ അത് വർക്കിന്റെ ഫിനിഷിങ്ങും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്കിൻ ഫ്രണ്ട്ലി ആണ്, ഇറിറ്റേറ്റ് ആവില്ല. അപ്പോൾ കളക്ഷൻസ് നോക്കണമെങ്കിൽ നമുക്ക് എത്ര ഷോപ്പുണ്ട്? 17 ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ 17 ഷോപ്പിലും ഈ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഈ ഒക്കെ കളക്ഷൻ 17 ഷോപ്പിലും നമ്മളെ കുട്ടികളുടെ ഐറ്റംസ് എല്ലാ ഷോപ്പിലും ഉണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിലും ഉണ്ട് അല്ലേ. ഈ ബ്ലാക്ക് നോക്കൂ, ബ്ലാക്ക് ലവേഴ്സിന് വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. അതിന്റെ സ്ലീവും അതിന്റെ ഒരു ഫിനിഷിങ്. മോളെ ഇത് ഇടാൻ തോന്നുന്നില്ലേ? സൂപ്പർ അല്ലേ, രസമായിട്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ ഓരോരോ ഇതില് ഇങ്ങനെ ആക്കി വെച്ചേക്കല്ല സൈസസ് ഒക്കെ. സൈസ് മാത്രമല്ല, നമ്മളെല്ലാം ഓരോന്നോരോ പാറ്റേൺസ് തിരിച്ചിട്ടിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ മോഡലിന്റെ ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ അപ്പൊ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിന്റെ സൈസ് നമുക്ക് എടുക്കാനും കൊടുക്കാനും എല്ലാത്തിനും എളുപ്പം തന്നെയാണ്. കാരണം സ്റ്റാർട്ടിങ് സൈസ് തുടങ്ങി അതിന്റെ ബാക്കിൽ അതിന്റെ സൈസുകൾ ചെറുത് അങ്ങനെ വരുമ്പോഴും പിന്നെ നമുക്ക് ഒരാള് വരാണെങ്കിൽ തന്നെ സുഖമാണ്. നമുക്ക് ഓരോന്നും നോക്കിയെടുക്കാൻ സെലക്ട് ചെയ്യാനായിട്ട്. ഒന്നും ഇങ്ങനെ ബോക്സിലെല്ലാം വെച്ചിരിക്കുന്നത് ഒക്കെ ഹാങ്കിങ് ആണ്, ഒക്കെ ഓപ്പൺ ആണ്, നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആണ്. ഇഷ്ടമുള്ളത് വന്ന് അങ്ങോട്ട് പറക്കിയെടുത്തോന്ന് പറഞ്ഞ ഒരു ലെവല്. ഓക്കെ, ഇപ്പഴത്തേക്ക് നോക്കിയാലാ ഇതൊക്കെ നോക്കിയാൽ മെറ്റീരിയൽ എന്ത് രസാ. ഇതൊന്നും എടുത്ത മോനെ. അതെ ഇതൊരു സ്റ്റൈൽ ഒക്കെ. ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണുന്നതായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഞാൻ വീണ്ടും പറയാണ്, സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ തുണി തൊട്ട് അവരുടെ ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത എന്തായാലും ഇതിലുണ്ട് കേട്ടോ. കളേഴ്സും കിട്ടൂല വേണമെന്ന് വെച്ചാ, കളേഴ്സും. അതുപോലെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നോക്കിയാൽ ഇത് നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു തുണിയും ഈ ഒരു ഫൈബ്രിക് അതങ്ങനെ വലിയ ഇങ്ങനെ കുത്തണൂല്ല. ഇപ്പൊ ഇങ്ങനെ നമ്മളെ സാറ്റിന്റെ ഇതില് ഈ ഒരു മെറ്റീരിയൽ ആണിത്. കുത്തുന്ന ടൈപ്പ് ഒന്നല്ല. ഇതിന്റെ ഉള്ളിലൊക്കെ കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതെ കുട്ടികൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ അടിക്കുന്ന ടൈപ്പിലുള്ളതല്ല. അങ്ങനെ ഉള്ളിലായാലും ഫൈബ്രിക് അതില് മെറ്റീരിയൽ ചില പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഇറിറ്റേഷൻ അടിക്കുന്നുണ്ടാവും. അത് അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാവില്ല. അത് ഫുള്ള് കോട്ടനും സംഭവം കൊടുത്തിരിക്കുന്നൊക്കെ സെറ്റാണ് മക്കളെ. ഇനി പിള്ളേര് എത്ര ആണെങ്കിലും ഇവിടേക്ക് വരാണെങ്കിൽ സെറ്റാണ്. ഇനി ഒരു ഫംഗ്ഷന് പോകാനായിട്ട് ഒരു സെലക്ഷൻ ആണ്. നമുക്ക് കുട്ടികൾക്ക് അയ്യോ എന്തിടും ഏത് ചെയ്യും അങ്ങനെ ഒരു സെലക്ഷന്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആ പ്രശ്നമില്ല. ഇത് ചോളി ടൈപ്പ്, ചോളി സ്റ്റൈലില് നമുക്കൊരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ണികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല മോഡലായിട്ടുള്ള ചോളി ടൈപ്പ് ഒക്കെ ഉണ്ട്. അതും 16 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 16 വയസ്സ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലിയവർക്ക് പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരും കേട്ടോ. അതിനും ഒരു കുറവുമില്ല. ഇതൊക്കെ നോക്കിയാൽ നല്ല വൈറ്റില് ആ ഫുൾ വർക്കോട് കൂടിയിട്ട് വൺ സൈഡ് ഇങ്ങനെ റഫലായിട്ട് വരുന്നത്. ഇത് നോർമലായിട്ട് കോട്ടണില്. ഇതും നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ആണ്. നല്ല ഫാബ്രിക് ആണ്. ഇതിന്റെ നല്ല പ്യുർ കോട്ടൺ ആണ്. അതില് നല്ല നമ്മൾ തന്നെ ചെയ്യുന്ന തന്നെ ലിറ്റിൽ ബീഡ് തന്നെയാണ് ഇത്. ലിറ്റിൽ ബി ആണ് മെയിൻ ആയിട്ട് ഇവർക്ക് ബ്രാൻഡ് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതെന്താ സംഭവം? സീക്രട്ട് നമ്മളെ ഇന്നർവേഴ്സ് ആണ്. ഇന്നർവേഴ്സില് ബോയ്സിന്റെയും ഗേൾസിന്റെ ഒക്കെ ഇന്നർവേഴ്സ് വരുന്നുണ്ട്. ഇത് മാത്രല്ല നമ്മളെ ജെന്റ്സിന്റെയും ലേഡീസിന്റെ ഒക്കെ സീക്രട്ടില് വേറെ ചെയ്യുന്നുണ്ട്. അത് വേറെ ഷോപ്പാണ്. ഇവിടെ കുട്ടികളുടെ ആ ഷോപ്പിന്റെ പേര് എന്താ? ലമിയ സിൽക്സ് എന്നുള്ള പേര്. അത് എവിടെയാ ആ ഷോപ്പ് വരുന്നത്? അത് വടക്കാഞ്ചേരി. 3 പീടിയ തൃപ്രയാറ്. ഇതൊക്കെ തൃശ്ശൂരാണല്ലോ പറയണേ. എന്റെ സ്വന്തം നാട് തൃപ്പ്യാറ് 3 പീടിയ. ഈ സ്ഥലത്തൊക്കെ ഇവർക്ക് ഷോപ്പുണ്ട് കേട്ടോ. കുന്നംകുളം, വടക്കാഞ്ചേരി അങ്ങനെ 17 ഷോപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്ന തൊട്ടടുത്ത് ചിലപ്പോൾ ഈ ഷോപ്പ് ഉണ്ടാവും. അവിടെയൊക്കെ ഈ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് ഇവിടേക്ക് ഓർഡർ ഉണ്ടാവും. നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും
ലാമിയ ബേബി സ്റ്റുഡിയോ ഉണ്ട്. ഇനി അവിടെ ഒന്നും ഇല്ല, ബേബി സിൽക്കിലായാലും നമുക്കിത് അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ ഇത് കൂടാണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് എന്താ, ഇവിടെയും ഉണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ നമുക്ക് കോട്ടന്റെ ഫ്രോക്കുകൾ തന്നെ, ഇതും ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ ഉണ്ടോ മാഡം. ഇതൊക്കെ നമുക്ക് റെഗുലർ ആ ഒരു കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്സുകൾ കേട്ടോ, ടോപ്സുകളൊക്കെ നല്ല വെറൈറ്റി ടോപ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയാ ഒരു കോട്ടൺ ആട്ടോ, പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല ടൈപ്പ് ആയിട്ടുള്ളത്, ഒന്നും പറയാല്ല, ജസ്റ്റ് വാവ്. ഇതൊക്കെ ക്രോപ്പ് ടോപ്പ് അല്ലേ, ക്രോപ്പ് ടോപ്പുകൾ. പിന്നെ ടോപ്സുകള് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ളത് അല്ലേ. ജീൻസിന്റെ ഇത് വെസ്റ്റേണ്ട. ഇത് ഡങ്കറി അല്ല, ഇത് ജാക്കറ്റ് അല്ലേ, സെപ്പറേറ്റ്. അപ്പൊ 3 പീസ് ഇട്ടാ ടോപ്പ്, പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് ജാക്കറ്റ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതൊക്കെ നോക്കിയാൽ വലിയവർക്കുള്ള ആ ഒരു കോഡ് സെറ്റ്, ചെറിയ പിള്ളേർക്ക് വരുന്ന കോഡ് സെറ്റുകളാണ് അതും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഫൈബ്രിക്കില് ആ ഒരു നല്ലൊരു ഫീലിംഗ് കേട്ടോ. ലിനൻ ആണോ ചോദിച്ചാൽ ലിനൻ അല്ല, എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഇല്ലേ, അതാണ്. ഇത് 2 പീസിന്റെ തന്നെ കേട്ടോ. കണ്ടോ, വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ കാണാൻ വെറൈറ്റി മോഡൽസുകൾ ഉണ്ടാവും മാഡം. എന്തായാലും പാറ്റേൺസ് തിരിഞ്ഞ് വേറെ 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 മോഡൽസുകൾ വരും, നമുക്ക് വന്നോണ്ടേയിരിക്കില്ല. ഇത് ജാക്കറ്റ് നമ്മൾ കാണിച്ചില്ല, സെപ്പറേറ്റ് ആയിട്ട് ജീൻസിന്റെ ജാക്കറ്റ് വരെ അവൈലബിൾ ആണ്. പിന്നെ അതെടുത്ത ഇത് ക്രോപ്പ് ടോപ്പിൽ വരുന്നത്. ഇതൊരു ടോപ്പ് മാത്രമായിട്ട്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ സൈസസ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ മാത്രമല്ല, തൊട്ടിട്ടുള്ള ഒരു ഫീലിംഗും അടിപൊളിയാണ്, ഒന്നും രക്ഷയില്ല ടോപ്പുകള്. ഞാൻ പല സ്ഥലത്ത് ഈ ലാമിയ സിൽക്ക് കണ്ടിട്ടുണ്ട്, ലാമിയ ബേബി സ്റ്റുഡിയോ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത് കയറാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്, വന്നോടത്തോളം എനിക്ക് ഇഷ്ടമായിട്ടോ. എത്ര വർഷമായി നമ്മൾ ഈ ഒരു ലാമിയയില് വർക്ക് ചെയ്യണു? ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് വർഷമായില്ലേ, ഇപ്പൊ ഇന്നലെ തുടങ്ങിയതല്ല. അപ്പൊ ഈ ഒരു സെക്ഷൻ കണ്ടില്ല, ഇതിപ്പോ ഇന്ന് കണ്ടതാവില്ല, നാളേക്ക് വേറെ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇനി ഇപ്പഴത്തെ സൈഡ് എന്താ വരുന്നത്? ഇത് ഇപ്പഴത്തെ സൈഡ് പറഞ്ഞാൽ ന്യൂ ബേബിയുടെ ഐറ്റം ഉണ്ട് മാഡം. ഇത് അല്ലേ, ന്യൂ ബേബിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ കാണുന്നതൊന്നല്ല, ഇങ്ങനെ ഈ ഒരു തൊട്ടിട്ടുള്ള ഫീലിംഗ്, അതിന് വേണ്ടിട്ടൊന്ന് വായോ. ഇത് നമുക്ക് ഷോപ്പ് എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? നമുക്ക് 9:30 തൊട്ട് 9 മണി വരെ സ്റ്റാർട്ട് ചെയ്യും. കസ്റ്റമർ ഉണ്ടെന്ന്, സൺഡേ ഓപ്പണിംഗ് ആണ്. കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 9:30 കഴിഞ്ഞാലും നമ്മൾ ഷോപ്പ് അവൈലബിൾ ആണ്. ഇത് ഞാൻ ഒന്നും പറയാനില്ല, ഇതിന്റെ തുണി ആ ഒരു ഫ്ലോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ഫിനിഷിങ്ങും അടിപൊളിയാ, ഒന്നും പറയാനില്ല, രക്ഷയില്ല. കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ. ഇതൊക്കെ നമ്മളിപ്പോ കാണിക്കുന്നതൊക്കെ പെൺകുട്ടികളുടെ അല്ലേ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. ആൺകുട്ടികളുണ്ട്, വിഷമിക്കണ്ട, വെയിറ്റ് ചെയ്യൂ. കണ്ടോ, ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങള്. ഇതൊക്കെ നോക്കിയാ മാഡം, ഇതൊക്കെ ഒരു പേസ്റ്റൽ കളറിലൊക്കെ നല്ല വെറൈറ്റി. ഇങ്ങനെ ഇങ്ങനെ ഒരു റഫൽ ടൈപ്പ് ആയിട്ട്, ഒരു ലെയർ ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ പെൺകുട്ടികളെ തന്നെ കുറച്ച് കോഡ് സെറ്റ് ആയിട്ട്. ഇത് പെൺകുട്ടികളുടെ തന്നെയാണല്ലേ വരുന്നത്? പെൺകുട്ടികളെ അതെ, ഒന്നും വേണ്ട, എടുക്കണ്ടത് ഇങ്ങനെ ഒരു ഓടിക്കലും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് അടിയിലും മുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഏത് വെറൈറ്റി അവിടെ നമ്മ നെറ്റിന്റെ കണ്ടെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള ബേബികൾക്ക് നെറ്റ് ടൈപ്പിൽ വരുന്ന ഹെയർ ബാൻഡ് അടക്കം വരുന്ന ഒരു മോഡലുകൾ അങ്ങനെയുണ്ട്. ചില അവിടെ നിന്ന് കുറച്ച് ഇതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മ സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബ്ലാക്ക് കാണാട്ടോ, വാവ്, ക്യൂട്ട് പീസ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഇത് ബോയ്സിന്റെ ബോയ്സിന്റെ വന്നു കേട്ടോ. അതാ ബോയ്സിന്റെ സെക്ഷനിൽ നമുക്ക് ഇങ്ങനത്തെ കോൾഡ്രോയ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ കോഡ് സെറ്റിലുണ്ട്. പിന്നെ ഇതുല്ലേ, റോംബർ ടൈപ്പ്. ഇതിനൊക്കെ പേര് മറന്നു, പിള്ളേരൊക്കെ വലുതായില്ലേ. നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതിന്റെ പാന്റിന്റെ തുണി, പാന്റ് അല്ല ട്രൗസറിന്റെ തുണി, നല്ല തുണിയാട്ടോ ഈ ഒരു തുണി. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ സെറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് എല്ലാം വരുന്നുണ്ട്. ചില ഉണ്ണിയിടാം. ഇതിന്റെ പാക്കിംഗ് ആണോ അത്? പാക്കിംഗ് ആണത്. ഇതുപോലെ വരും കേട്ടാ, ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഇതിന്റെ പാക്കിംഗ് തന്നെ ഒന്നും രക്ഷയില്ല. അതാ പാക്കിംഗ് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ തുണി ഉള്ളിലിരിക്കണത് എങ്ങനെ ഇരിക്കും? ഇതാ ഉണ്ടോ ക്യാപ്പ്. അപ്പൊ ഇതിൽ എത്ര സെറ്റ് ഉണ്ടാവും? ഇതില് 3 സെറ്റ്, 5 പീസ്. ഇത് 5 പീസിന്റെ സെറ്റ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അത് സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ആയിട്ടുണ്ട്. ഇത് ക്യാപ്പ്, പിന്നെ ഇതിനെന്താ പറയാ ഫ്രണ്ടിലിടുന്ന സാധനം? വിബ് എന്നാ പറയാ അല്ലേ? ഇതൊക്കെ ഇരിക്കേണ്ടത് വേണ്ടത് വീട്ടില്. എങ്ങനെ 5 എണ്ണത്തിന്റെ സെറ്റ് വേണോ, 1 പീസിന്റെ സെറ്റ് വേണോ, 10 പീസിന്റെ സെറ്റ് വേണോ, എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ റെഡിയാണ്, സെലക്ഷനും കുറവില്ല. അപ്പൊ ബോയ്സിന്റെ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഓടിപ്പിച്ച് നോക്കിക്കോട്ടെ. ഫുള്ളി ഇങ്ങനെ കളിച്ച് അറ്റത്ത് ഒരെണ്ണം എടുത്തേ.
ആ അത് കോൺട്രോയിൽ വരുന്നതാണ് പാർട്ടി ഇത് നന്നായിട്ടുണ്ട്. ഇതും അതെ കേട്ടോ. ഇതും പാർട്ടി വെയർ ആയിട്ട് വരുന്നത്. നമുക്കൊരു ബർത്ത്ഡേക്കൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായാലും അതിനും ചെറിയ റേഞ്ച് തന്നെയാണ്. വലിയ കോസ്റ്റ്ലി റേറ്റ് ഒന്നും ഇതിനില്ല. റേറ്റ് ഒക്കെ വളരെ കുറവായിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇതിനൊക്കെ. വെക്കുമ്പോ 900 സംതിങ് വരുള്ളൂ. അതിനുള്ളിൽ വരുന്നതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന ഡ്രസ്സാണ്. ചില നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും ഉണ്ണികൾക്ക് ബർത്ത്ഡേക്ക് ഇടാനായാലും ഒക്കെ നല്ല നല്ല ഐറ്റംസ്. അപ്പൊ ഇതൊരു ബോയ്സിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടാ കാണിച്ചിട്ടുള്ളൂ. ഇനി അവർക്ക് കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോ വാശി പിടിക്കില്ലേ, അതിന് നമുക്ക് ടോയ്സും ഇവിടെ അവൈലബിൾ ആണ്. ടോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ് ടോയ്സ് തൊട്ട് നമുക്ക് ഇതും എങ്ങനെയാ മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമ്മളിങ്ങനെ എന്താ പറയാ ഫുട്പാത്തിലൊക്കെ നമ്മൾ കാണുന്ന അത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം ഇതിന്റെ ഒരു മെറ്റീരിയൽ തന്നെ മാറ്റം കേട്ടോ. ഇതിന്റെ ഈ മെറ്റീരിയലിനെ നമുക്ക് എന്ത് പറയാന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് പറയാം, ഇത് പ്ലാസ്റ്റിക്കേ അല്ല. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് എന്ന് മെറ്റീരിയൽ അറിയോ? എന്നുവെച്ചാൽ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് കളിക്കാൻ കൊടുക്കാം. അവര് വയലിട്ടാലും ഒരു കംപ്ലൈന്റ് വരാത്ത ആ ഒരു ടൈപ്പ്. അപ്പൊ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാതും വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ, ഇവിടെ അതെ ഒരു സാധനം എന്താ എടുക്കണു, ഹൈ ചെയർ ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഒന്നും ഇല്ലാന്നില്ല. അതെ കുട്ടികൾക്കുള്ളത്. ഓ ഇതൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. ടോയ്സ് എന്ന് പറയുമ്പോ ഇതൊക്കെ പെടൂല. പെടും. ഇത് വലിയ ടോയ്സ് തൊട്ട് ചെറിയ ടോയ്സ് ആണെങ്കിൽ എല്ലാ ഐറ്റംസ്. അപ്പൊ കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം എന്ന് അങ്ങനെ ഒരു ചിന്തിക്കുമ്പോ ഇതും വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിക്കൊടുക്കാനും അവർക്ക് ഇതും കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്താൽ മതി. നല്ല നല്ല കുറവുണ്ടെന്നേ, ഒരു രക്ഷയില്ലാന്ന്. ഓക്കെ. പിന്നെ ഇത് ഉണ്ണികൾക്ക് വരുന്ന ഹെയർ ബാൻഡ്സുകളാണ്. പല മോഡല് ടീത്തർ, ഫുഡ് ഫീഡർ, ഈ ഒരു സെക്ഷൻ വരുന്നത് അല്ലേ. കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സിന്റെ ഒരു സെക്ഷൻ ആണ്. ക്ലിപ്സുകൾ ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അത്ര വലിയ എലാസ്റ്റിക് മീൻസ് ഹാർഷ് ആയിട്ടുള്ളത് എലാസ്റ്റിക് ഒന്നും അല്ല. പിന്നെ ഈ ഒരു സെക്ഷൻ എന്താ, ഫിംഗർ ബ്രഷ് വരും, ന്യൂ ബോണ്ട് ചെറിയ ചെറിയ ആക്സസറീസ് തൊട്ട്. ഇത് ഇപ്പുറത്തേക്ക് നിന്നാലേ കറക്റ്റ് ആയിട്ട് കാണാം. ഈ ഒരു സൈഡ് നോക്കിയാലേ കണ്ടോ, എന്ത് വേണമെന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്താൽ മതി. അങ്ങനെ A to Z എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നെയിൽ കട്ടർ ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്, കൈ വിരലുമേട. പിന്നെ ഇതൊക്കെ ഫുഡ് ഫീഡർ. അതൊക്കെ ഇംഗ്ലീഷ് ഭാഷ. നമ്മുടെ ഭാഷയിൽ പറയണത് പാലുകൊപ്പി, കുറുക്ക് കൊടുക്കണത് അങ്ങനെയൊക്കെ പറയാം. അതെ കുറുക്ക് കൊടുക്കണ. പണ്ടൊക്കെ ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പോഴൊക്കെ അതിനൊക്കെ വലിയ വലിയ പേരുകളായത്. അതെ ഇതൊക്കെ നോക്കിയാൽ നല്ല ബ്രഷ്, നല്ല ബ്രഷാണ് നല്ല. പക്ഷെ മോഡലൊക്കെ വരുമ്പോഴേ ഇതൊക്കെ കാണിച്ചാലേ ഇപ്പൊ കുട്ടികൾ പല്ലേക്കുള്ളൂ. പണ്ടെന്നൊക്കെ റെപ്റ്റേക്കടി ഇതൊന്നും ഇപ്പൊ നടക്കൂല. ഇനി ഇത് മുകളിലുള്ളത് ക്യാപ്സുകളാണ്. ഓക്കെ ക്യാപ്സ്. അങ്ങനെ A to Z എല്ലാം ഉണ്ട്. ഒന്നിനും അങ്ങനെ നോന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തില് റേറ്റും വലിയ കുഴപ്പമില്ല, റീസണബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലൊക്കെ ഉണ്ണികൾക്ക് ഇപ്പൊ മന്ത് വരുന്ന 1 month തുടങ്ങിയുള്ള ഷൂകള്, ബൂട്ടീസ് ഒക്കെ ഉണ്ട്. മാമോദീസ ഇങ്ങോട്ട് മാറ്, ഞങ്ങളുടെ ആൾക്കാരൊന്ന് കാണട്ടെ, ശരിക്കും കാണട്ടെ. മാമോദീസക്കൊക്കെ ഇടാനായിട്ട് സാധാരണ ബൂട്ടീസൊക്കെ സംഭവം ആ സെറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പോലും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. ഇനി വലിയ കുട്ടികൾക്കാണെങ്കിൽ സോക്സസും ഉണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. ഷൂസ് ഉണ്ട്. പിന്നെ ഈ ഷൂ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമായിട്ട്. ഇതിനെന്താ പറയാ, ബൂട്ട്. നോർമൽ ബോയ്സിന്റെ. അല്ലാണ്ട് ഇതിന് സ്പെഷ്യൽ പേരൊന്നുമില്ല. നമ്മൾ സാധാരണ ബൂട്ട് പറയണത്, ബൂട്ട് ഷൂ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമായിട്ട്. അതിന് കളർ കോമ്പിനേഷൻ റേറ്റ് അറിയണമെന്നുണ്ട്. റേറ്റ് ഒക്കെ നേരിട്ട് വന്ന് നിങ്ങൾ കാണുക. റേറ്റ് ഒക്കെ വളരെ കുറവാണ്, നിസ്സാര റേറ്റ് ഉള്ളൂ, ചെറിയ റേറ്റ് ആണ്. അതെ. ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാൻ പറ്റിയ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രസവം കഴിഞ്ഞ് കാണാൻ പോണവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മോഡലൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു 80 to 90% ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഈ ഒരു കടയിലിരിക്കുന്നത്. ആകെ ഈ ഒരു 10% മാത്രം ഈ പുറത്ത്. ഈ 10% എന്ന് പറയുമ്പോൾ ടോയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ബാക്കി അതൊക്കെ പുറമെ. ബാക്കി തുണി സംബന്ധമായിട്ടുള്ളതൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ അതല്ലാണ്ട് ഉണ്ണികള പെൺപിള്ളേരെ ഷൂസുകളുണ്ട്, ചെറിയ കുഞ്ഞള ഷൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 375 രൂപ തുടങ്ങി നമുക്ക് നിന്ന് ഫാൻസി ഷൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ. കുട്ടികളുടെ നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി മോഡൽ. ഇതൊക്കെ നോക്കിയാൽ നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ളത്, ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ
അടിപൊളി. ഇത് ആ താഴത്തിലാണ് വെക്കേണ്ടത് അല്ലേ? ആ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നോർമൽ യൂസിന് വേണമെങ്കിൽ നോർമൽ യൂസിനും ഉണ്ട് കേട്ടോ. നോർമലായിട്ട് ഗേൾസ് ആണ്. ഇത് ഗേൾസ് ആണ് അല്ലേ? ഗേൾസിന്റെ ആണ്. അപ്പൊ ബോയ്സിന്റെ അപ്പുറത്താണ്. ഇവര് ഭയങ്കര കളിയിലാണ്. വാ, ഇത് ഇവിടെ ബോയ്സിന്റെ. ബോയ്സിന്റെ എന്ന് പറയുമ്പോ എത്ര സൈസ് വരെയൊക്കെ ഉണ്ടാവും നമുക്ക്? 1 ഇയർ ന്യൂ ബോൺ അവിടെ വരുന്നത്. നേരത്തെ ചെറിയ ചെറിയ ബോക്സ് ഇവിടുന്ന് 1 ഇയർ തുടങ്ങി അങ്ങനെ. അത് തൊട്ട് നമുക്ക് ഒരു 7 വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട്. അത് അപ്പൊ എന്തായാലും വന്ന് നോക്കാം, ട്രയൽ ചെയ്ത് നോക്കാം. പിന്നെ സമയം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണല്ലോ. എന്ന് വെച്ചാൽ സൺഡേ വരെ ഇവിടെ ഉണ്ട്. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയാലും വിഷമിക്കണ്ട, സൺഡേ ഒരു ദിവസം മുടക്കുള്ള ദിവസം ഇങ്ങോട്ട് പോകുന്നേ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഷൂസിന്റെ ഒരു സെക്ഷനായി. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഷോർട്സ് മാത്രം, പാൻസ് ഷോർട്സ് അങ്ങനത്തെ ഒരു സംഭവം. കെട്ടുടുപ്പാണല്ലോ ഏറ്റവും ആദ്യം നോക്കുന്നത് നമ്മൾ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ളത്. യെസ്, അടിപൊളി. അല്ലാണ്ട് ഇതുണ്ടല്ലേ ഈ മൊത്തം. ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ളതുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ നമുക്ക് സെറ്റ് ആയിട്ടുള്ളതുണ്ട്. ഈ ടൈപ്പ് ഒക്കെ വരുന്നത് സെറ്റിലൊക്കെ വരുന്ന ടൈപ്പുകളാണ്. പിന്നെ ഇങ്ങനത്തെ കെട്ടുടുപ്പല്ല, അതും നല്ല സോഫ്റ്റ് ആണ്. ഇതും കെട്ടുടുപ്പ് തന്നെ. ഈ കെട്ടുടുപ്പ് വരെ ഇവര് ഫാൻസി പോലെ ആക്കിക്കണം. തുണി നോക്ക്, അത് വരെ നല്ല ഭംഗിയില് അടിപൊളിയായിട്ട് നിക്കാൻ വേണ്ടിട്ടാണ് കുട്ടികൾക്ക്. എന്തായാലും ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കിടക്കട്ടെ. അപ്പൊ ഇതാകുമ്പോഴും സെറ്റിൽ വരുന്നത്. അതില് സോഫ്റ്റ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ ഒക്കെ. കുട്ടികളെ വരുമ്പോ നമുക്ക് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് വരുന്നത്. പിന്നെ ഇത് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ അറിയുന്ന ഒരു സംഭവമായിരിക്കും, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലെ? എന്നാലും പറഞ്ഞോ, പുതിയ അമ്മ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പാഡാണ് ആക്ച്വലി. അതെ, പാഡെന്ന് പറയുമ്പോഴേക്ക് വീണു ഇത് ഞാനാണെന്ന് പറഞ്ഞിട്ട്. പാഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പാൻറ്റീസിന്റെ ഉള്ളിലൊക്കെ വെക്കാനായിട്ട്, സ്നഗ്ഗിയുടെ ഉള്ളിലൊക്കെ വേണമെങ്കിൽ വെക്കാനായിട്ട്. ഈ സ്നഗ്ഗി എന്ന് പറയുമ്പോ മറ്റേ ഡിസ്പോസിബിൾ അല്ലാത്തത് വരുന്നുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള സംഭവം കേട്ടോ. പുതിയതായിട്ട് അമ്മമാരായവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണവർ ക്ഷമിക്കുക. അല്ല, നമ്മളായിട്ട് ഇനി പഠിപ്പിച്ചു കൊടുക്കണ്ട അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു സെക്ഷൻ ഇവിടെ ഇന്നർ വെയറിന്റെയും പിന്നെ പാന്റാണ്. ബില്ലടിക്കാൻ ആയില്ല, എന്നിട്ട് മിണ്ടിയില്ല. നോക്കിയേ, ഞാൻ ബില്ലടിക്കുമ്പോ കാണാന്ന് പറഞ്ഞതാ, കണ്ടുപിടിച്ചു, എടുത്തൂലേ? എന്തായി? ഫസ്റ്റ് ഓപ്പണിംഗ് ദിവസം തന്നെ അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഇഷ്ടായടാ? മിണ്ടോ നീ? ഇഷ്ടായ? ഇനി ഇതിനെല്ലാം അപ്പുറത്ത് ഞാൻ എന്താ പറയാ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ഒരു ലാസ്റ്റ്. ഇഷ്ടായ മോനെ? ഇഷ്ടായിന്നോരാ? സൂപ്പർ പറയാൻ പറ്റോ? ഞാനൊന്ന് കഴിക്കട്ടെ. ഞാനൊന്ന് കഴിക്കട്ടെ, ഒരു ബ്രേക്ക് വേണം എനിക്ക്. അത് കഴിഞ്ഞിട്ടാ വന്ന്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. എന്തായാലും ഏതെടുത്തേ ഒന്ന് കാണാൻ പറ്റുമോ? പാക്ക് ചെയ്ത് കഴിഞ്ഞോ? വേണ്ട, കുഴപ്പമില്ല. സസ്പെൻസ് പൊളിക്കണ്ട. നമ്മളിനി ഇവര് ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സാണ്, ആ സസ്പെൻസ് പൊട്ടിക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി ഈ നിങ്ങളുടെ ബില്ല് എനിക്ക് വേണ്ട, ബില്ല് നിങ്ങൾ തന്നെ പേ ചെയ്തോ. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷൻ എന്താ പറഞ്ഞ? ഇത് പറയുന്നത് നമ്മളെ ബോയ്സിന്റെ പാന്റുകളാണ്. പാന്റുകൾ, ഈ ബാഗി ഇപ്പോഴത്തെ മോഡല് എല്ലാരും ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. 1 2 3 എണ്ണം എടുത്ത 2 3 എണ്ണം ബാഗി പാന്റ് മോം ഫിറ്റ് ഉണ്ട്. ഓ, ഇതൊക്കെ ബോയ്സിന്റെ ആണ് ഈ യൂണിസെക്സ് ആയിട്ട്? അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതെ, മോം ഫിറ്റ് വേണോ, ബാഗി വേണോ? അപ്പൊ മോഡൽസ് ഇതിലും ഉണ്ടല്ലോ നമുക്ക് സൈസസ് ഒക്കെ വരുന്നത്. സൈസസ് ഒക്കെ ഉണ്ട്. 16 തന്നെ ഇതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഇഷ്ടമായി കേട്ടോ. എന്തായാലും ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ കടകൾ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഞാൻ വീണ്ടും പറയാണ്, പുറമെ കാണുമ്പോൾ അയ്യോ ഇത്രയും വലിയ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, കയറുമ്പോൾ ഒരു അല്ലേ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതെ, പക്ഷെ ഇവിടെ വന്നപ്പോ ആ ഒരു ഫീലിംഗ് ഇതൊക്കെ മാറി കഴിഞ്ഞു. എന്തായാലും ഷോപ്പിൽ കയറുമ്പോഴെല്ലാ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അങ്ങനെ കയറി കഴിഞ്ഞാൽ അഭിപ്രായം മാറൂല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എല്ലാവർക്കും സെലക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെയല്ല, ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെയല്ല, നമ്മളെ വേറെ ഷോപ്പുകളിലായാലും അവിടെയും പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് 17ാമത്തെ ഈ ഇവരുടെ സീക്രട്ട് എന്ന് പറഞ്ഞില്ല, അതിൽ ഇന്നർ വെയർസും ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന്റെ കൂടെ ബനിയൻസും ഉണ്ട്. ഇത് ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ ഇല്ല, പെൺകുട്ടികൾ അപ്പുറത്തുണ്ട്. അപ്പുറത്തുണ്ട്. അവ 2 ഇതായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടെ ഉണ്ട് നോർമൽ ആയിട്ടുള്ള, ഇത് ബ്രാൻഡഡ് ഉണ്ട് അല്ലേ? പിന്നെന്തിട്ടാ അതെന്തിട്ടാ? ഇത് മെറ്റർനിറ്റിയുടെ കുട്ടികളുടെ ഇതായതുകൊണ്ട് അത് ഇങ്ങോട്ട് തിരിച്ചോ, അത് എടുക്കണം എന്നില്ല. ഇങ്ങോട്ട് തിരിച്ചോ.
അതെ, അത് ഈ കുട്ടികളുടെ ആയതുകൊണ്ട് ഇപ്പൊ ന്യൂ ബോൺ ബേബിക്ക് നമുക്ക് പ്രസവിച്ചെടുക്കണ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇൻ ഷേപ്പ് ഉണ്ട്. അത് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വെച്ചെന്ന് മാത്രമല്ല, അത് വലിയ തോതിൽ വെച്ചിട്ടില്ല. ബട്ട് വലിയ തോതിൽ വെച്ചിരിക്കുന്നത് നമ്മളെ കുട്ടികളുടെ കളക്ഷൻസ് മാത്രമാണ് കേട്ടോ. പിന്നെ ഇതൊരു ബ്രാൻഡഡ് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഫീഡിങ് ബോട്ടിൽ. ഈ ഒരു ഫീഡിങ് ബോട്ടിൽ ഇങ്ങോട്ട് വാ. ആ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇതിനെ കുറിച്ച് പറയാം. ഇത് നമ്മളെ മീമിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ഹിമാലയയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് പിജോൺ വരുന്നുണ്ട്. ഇത് പിന്നെ വൈപ്പർ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നിസ്സാര കാര്യങ്ങൾ നമ്മുടെ അമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി കുട്ടികൾക്ക് പുറത്തേക്ക് പോകുമ്പോ നമുക്ക് കൊണ്ടുപോകണ്ടേ അല്ലേ? ഇതല്ലാണ്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ കണ്ടുട്ടാ. ഇതിപ്പോ കണ്ടപ്പോ ഇത്തിരി സ്പെഷ്യൽ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കുന്നത്. ആ കുട്ടീനെ എനിക്ക് തന്നു. ഷോ ഇങ്ങനെ എന്നിട്ട് നമുക്ക് കൊണ്ടുപോവാ. മെറ്റീരിയൽ ആണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ ക്ലോത്ത് മാത്രല്ല, ലിറ്റിൽ ബീര് ഇതും വരുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. ഇതല്ലാണ്ട് വേറെ എന്തോ വലിയ കിടക്കണ സംഭവമൊക്കെ കണ്ടിരുന്നു. എല്ലാം ഉണ്ട്. അങ്ങനെ വെച്ചാൽ നമുക്ക് പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ഉണ്ടെന്നുണ്ട്, കണ്ണാട തൊട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും എനിക്ക് ഇഷ്ടമായി. ഈ ഒരു ലിറ്റിൽ ബി ഒന്ന് നോക്കി വെച്ചോട്ടോ. ഇത് എന്തിനാന്ന് ലാമ്യാന്നാ ലമ്യ. അപ്പൊ ഇതിന്റെ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. എവിടെയും കാണാത്തൊരു ഡിഫറെന്റ് മോഡൽ, ഡിഫറെന്റ് മെറ്റീരിയൽ. ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിൽ ഞാൻ കയറി കിടക്കട്ടെ, ആ ഒരു ഫീലിംഗ് ആണ്. ഇത് അടുത്തേക്ക് വന്നാലോ കേട്ടോ, ആ ഒരു മെറ്റീരിയലിന്റെയും അതിന്റെ ഒരു ഭംഗിയും ഫീൽ ചെയ്യുള്ളൂ. ഇതൊക്കെ ഉണ്ടോ ആ ഒരു മെറ്റീരിയൽ. ഇത് നോർമൽ ഇവിടുത്തെ അല്ല, ഇമ്പോർട്ടഡ് ആണ്. അജ്മലില് ഇമ്പോർട്ടഡ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പൊ എവിടെയും കാണാത്ത ഒരു ഡിഫറെന്റ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ് എനിക്കൊരു ഫീലിംഗ്. ഇത് പിടിച്ചേ. ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ആ മെറ്റീരിയൽ ശരിക്കും പഞ്ഞില് കിടക്കണ നല്ല സോഫ്റ്റ് ആണ്. അതെ, നോക്കിയേ. അതെ ഇങ്ങനെ ഓഫ്, അടിപൊളി, ഒരു രക്ഷയില്ല. മെറ്റീരിയലും നന്നായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കവർ ചെയ്യണ്ട, എനിക്കിത് കാണണം. കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്. ഇതിപ്പോ നമ്മൾ എല്ലായിടത്തും ഈ ഒരു ലുക്ക്, ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ഓപ്പൺ ചെയ്തോ. ഈ ആ ഒരു മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല അല്ലേ? നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ദുബായിൽ നിന്ന് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മളത് ചെയ്യിപ്പിച്ച് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതാണ് ഈ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഈ ബാപ്റ്റിസത്തിന് നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുട്ടി ആവുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സും സാധനങ്ങളും മെഴുതിരി അങ്ങനത്തെ ഒക്കെ കൊടുക്കൂലോ മാമോദീസ സമയത്ത്. ആ കൂട്ടത്തിൽ ഇതാ ഇതും കൂടി കൊടുത്തോട്ടാ. എന്തോ രസം, ഒരു സ്റ്റാൻഡേർഡ് അപ്പൊ തന്നെ അവിടെ കിട്ടി. ഇനി വേറെ ഒന്നും പറയാല്ലേ. ഇത് പിടിച്ചേ. ഇനി ഇതെന്താ സംഭവം? ഇത് 10 പീസ് സെറ്റ് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ഇതിലെന്തൊക്കെയാ വരുന്നത്? ആ ഓക്കെ, ഇത് ഫീഡിംഗ് പില്ലോ പറയോ മൈക്കിലാണ്. ഇത് ഫീഡിംഗ് പില്ലോ, ഇത് ബാഗ്, പിന്നെ ബാഗ് അമ്മമാർക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്. പിന്നെ ട്രാവലിംഗിന് കൊണ്ടുപോകാൻ ഫീഡിംഗ് ബോട്ടിന്റെ കവർ. ഓ, പിന്നെ ഒരു ബെഡും ഉണ്ട് നമുക്ക് കുട്ടീനെ കിടത്താനായിട്ട്. 5 പീസ് വരുന്നുണ്ട്, 10 പീസ് വരുന്നുണ്ട്. അങ്ങനെ പല മോഡൽസ് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടപ്പോ ആ ഒരു ഇതില് ഞാൻ എടുത്തു മാത്രമേ ഉള്ളൂ. കിടക്കണ നീയൊക്കെ ഇതിൽ കിടന്നിട്ട് എത്ര വലുതായത്? പേര് പറഞ്ഞില്ലല്ലോ. പേര് നയ, അനായ. മോളുടെ പേര് പറഞ്ഞേ? അയ, അനായ. എത്ര പഠിക്കണേ? ഞാൻ 1, നീ 3. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി ആ ഒരു സെക്ഷൻ കൂടി എടുക്കാനുണ്ട്. അത് ആൺകുട്ടികളുടെ. അതൊന്നും അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാല് ഈ ഫുൾ ഷർട്ടുകളും ടീഷർട്ടുകളുടെ കളക്ഷൻസ് ആണ് ആൺകുട്ടികളുടെ. അത് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് എങ്ങനെയാ? 1 വയസ്സ് തുടങ്ങിയുണ്ട്. ഒന്ന് കാണിച്ചു തരുമോ? ഒരു 2-3 മോഡൽസ് ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെയാണെന്നുള്ളത്? വരൂ. ഓക്കെ മാം, 1 വയസ്സ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷർട്ടുകൾ
ഇത് പിന്നെ കോഡ് സെറ്റിൽ വരുന്നത് ഓക്കെ 2 പീസ് ആയിട്ട് 2 പീസ് ആയിട്ട് വരുന്നത് കൊറിയൻ ഫിറ്റ് കൊറിയൻ ഫിറ്റ്. അടിപൊളി അടിപൊളി. ഇത് ഒക്കെ ഇത് ഷർട്ടുകളുടെയും ടീഷർട്ടിന്റെയും ഒരു സെക്ഷനാണ് വരുന്നതല്ല ഫുള്ള്. നല്ല നല്ല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചെടുത്ത് ഫുൾ നല്ല കാരണം ഇന്ന് കണ്ടതാവില്ല നാളെ കാണാം, നാളെ കണ്ടതാവില്ല മറ്റേത്, ആ ഒരു ലെവലാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഈ കുട്ടികളുടെ സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. നല്ല രസമായിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളി 2 പീസിന്റെ. പിന്നെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഏതാ? അതാ കൊറിയൻ ഫിറ്റ് വരുന്നതാണ് കേട്ടോ. വെറൈറ്റി മോഡലുകളാണ്. ദേ നോക്കിയേ, വെറൈറ്റി ഉണ്ട് കേട്ടോ. അതാണ് ലാമിയ. ആ ബാഗാ സൂപ്പർ. ദേ കൂടെ ചെയിനും ഉണ്ട്. ഇത് ഹുഡി ടൈപ്പിൽ വരുന്നത് കേട്ടോ. ഓ ഇതിലും സൈസസ് ഉണ്ടാവൂലോ? ഉണ്ടാവും. ആ അടിപൊളി. അപ്പൊ ഇങ്ങനെ ഈ ടൈപ്പ് ഒക്കെ ഇവിടുത്തെ അല്ലേ ഇതൊക്കെ? ആ എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോ എനിക്ക് അതാ ഫീലിംഗ് കിട്ടിയേ. ഇതിന്റെ ഒരു വേറെ ടൈപ്പാണ് ഇവള് ഇട്ടിരിക്കുന്ന ടീഷർട്ട്. വാ, അപ്പൊ ഇത് നമുക്ക് യൂണിസെക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ ബോയ്സിന് മാത്രമല്ല ഗേൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ബോയ്സിന്റെ സെക്ഷൻ. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വരുന്നത്? എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഇക്കാനെ പിടിക്കുക, അതായിരിക്കും നല്ലത്. ഇക്കാന് ഒന്ന് ചോക്കട്ടെ, ഇക്ക ബിസിയാന്ന് തോന്നുന്നുണ്ട്, നോക്കട്ടെ. 17 ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെയാണെന്ന് ഇനി അറിയണ്ടേ നമുക്ക്? ആ 17 ഷോപ്പ് എവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും ആക്ച്വലി നമുക്ക് നമുക്കിപ്പോ എറണാകുളം ജില്ലയിലാണെങ്കിൽ ഇപ്പൊ ഞാറക്കലുണ്ട്, ചെറായിണ്ട്, ഇവിടെ ഇപ്പൊ 3ാമത്തെ ഷോറൂമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലുവയില്. അപ്പൊ ഈ ഇതിന്റെ ലൊക്കേഷൻ തൃശ്ശൂര് എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ സ്റ്റാർട്ട് ചെയ്യാം. കൊടുങ്ങല്ലൂര്, 3 പീടിക, തൃപ്രയാറ്, പാവർട്ടി, ചാവക്കാട്, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, അവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ. തൃശ്ശൂർ ഭാഗമാണ് കൂടുതൽ. പിന്നെ മലപ്പുറം ജില്ലയിൽ വെച്ചാൽ പെരിന്തൽമണ്ണ, മഞ്ചേരി, പിന്നെ വളാഞ്ചേരി, പുലാമന്തോള്, വലിയകുന്ന്. അതാണ് മഞ്ചേരി 2 ഷോറൂം ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ. ഓ അപ്പൊ അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നിൽക്കണത് ഏകദേശം 17 ആയെന്ന് വിചാരിക്കണോ. ഇനി ആയിട്ടില്ലെങ്കിൽ ഒന്ന് സ്ക്രീനിലെ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് എവിടെയാ ഉള്ളതെന്നുള്ളത്. ഇനി അടുത്ത് വരാൻ പോണത് മാള വരുന്നത് ചേർപ്പ്. ഈ ചേർപ്പ് ഈ മാസം തന്നെ ഇനോഗ്രേഷനാ. ദൈവം സഹായിച്ച് ഇത് നിക്കാണ്ടിരിക്കട്ടെ, ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ 17 ഉള്ളത് 20, 30, 40 പക്ഷെ ഞങ്ങളൊക്കെ കടയിലേക്ക് വന്നാൽ ഞങ്ങളൊക്കെ ഒന്ന് ഗവനിച്ചോളും, മറക്കരിക്കട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലുവയില് ഈ ജംഗ്ഷൻ. ഇപ്പൊ ഇത് ആലുവ മാർത്താണ്ഡം പാലം ഉണ്ടല്ലോ, പാലം കഴിയുമ്പോ തന്നെ തോട്ടക്കാട്ടുകര ജംഗ്ഷൻ, സിഗ്നൽ ജംഗ്ഷൻ. അവിടുന്ന് റൈറ്റ് പോണത് മണപ്പുറം, ലെഫ്റ്റ് പോണത് കടുങ്ങല്ലൂർ റൂട്ടില് 150 മീറ്റർ 100 മീറ്റർ 150 മീറ്ററിന്റെ ഇടയിലാണ് നമ്മളിപ്പോ ഈ സ്പോട്ട് ഉള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, പുറമെ കാണുമ്പോൾ നമുക്ക് ഇത് വലിയൊരു ഷോറൂം ആയിട്ട് ഫീൽ ചെയ്യും, ഒരു ലക്ഷറിയസ് ആയിട്ട് ഫീൽ ചെയ്യും. അയ്യോ കയറാൻ പേടിയാണ്, ഭയങ്കര റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കയറി ഒന്ന് ഫീൽ ചെയ്യുക. കയറുന്നതിന് ഒന്നും പൈസ കൊടുക്കണ്ട, മേടിക്കുമ്പോൾ ബില്ലിന് മാത്രം പൈസ കൊടുത്താൽ മതി. വന്ന് നോക്കുക, നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കുക, ഇഷ്ടപ്പെടാണ്ട് ഇരിക്കില്ല. ഇത്രയും ക്യൂട്ട് ഇങ്ങോട്ട് വാ, ഇത്രയും ക്യൂട്ട് ബേബികൾക്ക് വേണ്ടിയിട്ട് ക്യൂട്ട് ഡ്രസ്സുകളൊക്കെ മേടിക്കണ്ടല്ലേ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ അപ്പൊ ലാമിയ പറ, ഇതാണ് ഞങ്ങളുടെ കടയുടെ പേര്, ഞങ്ങളുടെ ഷോറൂമിന്റെ പേര്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ പറയടാ.